ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് പോവർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നിങ്ങൾ പോവർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇരിക്കുമായിരിക്കും അല്ലെ. അപ്പോൾ സ്കൂളിൽ ഈ ചാപ്റ്റർ ഒക്കെ എടുത്തിട്ടുണ്ടാകും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആയ കാറ്റഗറൈസേഷൻ ഓഫ് പോവർട്ടി ആണ്. 3 തരത്തിലാണ് നമുക്ക് ദാരിദ്ര്യത്തിനെ തരംതിരിക്കാൻ വേണ്ടി പറ്റുന്നത്. എന്തൊക്കെയാണ്? ക്രോണിക് പുവർ, ട്രാൻസിയന്റ് പുവർ, നെവർ പുവർ. ഇനി ക്രോണിക് പുവറിന് വീണ്ടും 2 ഡിവിഷൻ ഉണ്ട്. ഓൾവേസ് പുവറും യൂഷ്വലി പുവറും. അതേപോലെ ട്രാൻസിയന്റ് പുവറിന് ചേർണിംഗ് പുവറും ഉണ്ട്, ഒക്കേഷണലി പുവറും ഉണ്ട്. നെവർ പുവറിനൊന്നുമില്ല. നെവർ പുവർ എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും പോവേർട്ടി അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിച്ചാലോ. ഒന്നാമതായിട്ട് ക്രോണിക് പുവർ, ദീർഘകാലമായുള്ള ദരിദ്രർ. ആ വാക്കിൽ തന്നെ ഉണ്ട്, ദീർഘകാലമായിട്ട് അവർ എന്ത് തന്നെയാണ്? ദരിദ്രർ തന്നെയാണ്. അതിൽ 2 ഡിവിഷൻ ആണുള്ളത്. ഒന്നാമത്തേത് ഓൾവേസ് പുവർ, എല്ലായ്പ്പോഴും ദരിദ്രർ അല്ലെങ്കിൽ നിത്യദരിദ്രർ എന്ന് പറയും. എന്നാ വെച്ചാൽ എന്താണ്? നെവർ ഹാവ് മീൻസ് ടു സാറ്റിസ്ഫൈ ബേസിക് നീഡ്സ്, അതായത് അവരുടെ ബേസിക് നെസസിറ്റീസ് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള വെള്ളം, വീട്, പാർപ്പിടം എന്നിവ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെയാണ് ഓൾവേസ് പുവർ. അവരെപ്പോഴും എന്തിലായിരിക്കും മക്കളെ? പോവർട്ടിയിലായിരിക്കും. അതാണ് നിത്യദരിദ്രർ അല്ലെങ്കിൽ ഓൾവേസ് പുവർ. ഇത് ഏതിന്റെ ഡിവിഷൻ ആണ്? ക്രോണിക് പുവറിന്റെ ഡിവിഷൻ ആണ്. അപ്പൊ ക്രോണിക് പുവറിനകത്താണ് ഓൾവേസ് പുവറും യൂഷ്വലി പുവറും വരുന്നത്. മിക്ക കുട്ടികളും ഓൾവേസ് പുവർ എഴുതിയിട്ട് ദേ ആർ ക്രോണിക് പുവർ എന്ന് എഴുതി വെക്കും. അങ്ങനെ എഴുതരുത്. ക്രോണിക് പുവറിന് ഉള്ളിലാണ് ഓൾവേസ് പുവറും യൂഷ്വലി പുവറും ഒക്കെ വരുന്നത്. കണ്ടോ? സ്ഥിരമായും ദാരിദ്ര്യത്തിൽ കഴിയുന്നു. സ്ഥിരമായിട്ട് അവരെന്തിൽ തന്നെയാണ്? ദാരിദ്ര്യത്തിൽ, പോവർട്ടിയിൽ തന്നെയാണ്. ഇത് 2ാമത്തെ ഡിവിഷൻ ആണ് യൂഷ്വലി പുവർ എന്ന് പറയുന്നത്. സാധാരണ ദരിദ്രർ. എന്താണ് മക്കളെ? സാധാരണ ദരിദ്രർ. സംടൈംസ് ഏബിൾ ടു ഫുൾഫിൽ ബേസിക് നീഡ്സ്, അതായത് ചിലപ്പോഴൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നു? അടിസ്ഥാന സൗകര്യങ്ങൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. നോക്കിക്കേ, ഇവർക്ക് ചെറിയ വരുമാനം ഉണ്ടായിരിക്കും. ഇവർക്ക് വളരെ കുറച്ച് വരുമാനം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് വെച്ചിട്ട് ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ തൽക്കാലം അവർക്ക് പോവർട്ടിയിൽ ഒന്ന് വരാം. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ അവർ എന്ത് തന്നെയാണ്? പുവർ തന്നെയാണ്. എക്സാമ്പിൾ കാഷ്വൽ വർക്കേഴ്സ് ആണ്. കാഷ്വൽ വേജ് അല്ലെങ്കിൽ ഡെയിലി വേജ് വർക്കേഴ്സ് ആണ്. അവർക്ക് അന്നത്തെ ദിവസം ജോലി ഇല്ലെങ്കിൽ ചിലപ്പോൾ അന്നത്തെ അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ക്രോണിക് പുവറിൽ എന്തൊക്കെയുണ്ട്? ഓൾവേസ് പുവറും ഉണ്ട്, യൂഷ്വലി പുവർ ഉണ്ട്. ഇനി ഇതിന്റെ ഡയഗ്രാം കൂടി നമ്മൾ പഠിക്കണം. വെരി സിമ്പിൾ ആണ്. ഓൾവേസ് പുവർ എന്ന് പറയുമ്പോൾ മക്കളെ, ഇതാണ് പോവർട്ടി ലൈന്. ഇതിന് മുകളിലേക്ക് നെവർ പുവർ, പോവർട്ടി അനുഭവിക്കാത്ത ആൾക്കാരാണ്. താഴേക്ക് പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പം പോവർട്ടി ലൈനിലെ താഴെ ആയിരിക്കും എപ്പോഴും ആര്? ഓൾവേസ് പുവറിലുള്ള ആൾക്കാര്. അപ്പം ഈ ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണെടാ? ഓൾവേസ് പുവർ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി യൂഷ്വലി പുവർ അല്ലെ, അത് നമ്മൾ പഠിച്ചത് യൂഷ്വലി പുവർ, സാധാരണ ദരിദ്രർ അല്ലെങ്കിൽ സംടൈംസ്, ചിലപ്പോഴൊക്കെ അവർക്ക് ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് ചിലപ്പോഴൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? പോവർട്ടിയുടെ പുറത്ത് വരുന്നുണ്ട്. എന്നിരുന്നാലും അവർ പോവർട്ടിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറി എന്ന് വെച്ചിട്ട് അവർ പോവർട്ടിയിൽ അനുഭവിക്കുന്നില്ല എന്നുള്ളതല്ല. അവർ പോവർട്ടിയിൽ തന്നെയാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ അവര് പോവർട്ടിയിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഇതാണ് യൂഷ്വലി പുവർ. യൂഷ്വലി പുവർ, സാധാരണ ദരിദ്രർ അല്ലെ. അത് വർക്കില്ലാത്ത ദിവസം അവര് പുവർ തന്നെയാണ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദി ടൈം ദേ ആർ പുവർ അല്ലെ. മിക്ക സമയത്ത് അവർ പുവർ തന്നെയാണ്. ഇടയ്ക്ക് അവരെന്താകുന്നു? ഒന്ന് ജസ്റ്റ് പോവർട്ടി ലൈനിന് പുറത്തേക്ക് വരുന്നത് റിച്ച് ആവുന്നു എന്നുള്ളതല്ല കേട്ടോ അർത്ഥം. 2ാമത്തെന്ന് പറയുന്നത് ട്രാൻസിയന്റ് പുവർ ആണ്. ക്ഷണികമായ ദരിദ്രരാണ്. അതിലും 2 ഡിവിഷൻ ഉണ്ട്. ചേർണിംഗ് പുവറും ഒക്കേഷണലി പുവറും. അപ്പൊ ചേർണിംഗ് എന്ന വാക്ക് വെക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. എല്ലാവർക്കും ക്രോണിങ്ങും ചേർണിങ്ങും തിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ക്രോണിക് എന്ന് പറയുന്നത് സെപ്പറേറ്റ് തന്നെയാണ്. ചേർണിംഗ് എന്ന് പറയുന്നത് ട്രാൻസിയന്റ് ഡിവിഷൻ ആണെന്ന് പഠിച്ചു വെക്കുക. ചേർണിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി ഇറങ്ങി അതാണ് മൂവ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് പോവർട്ടി. ദാരിദ്ര്യത്തിൽ നിന്ന് കയറുന്നു ഇറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ചേർണിംഗ് പുവർ ആണ്. ഇടക്കാല ദരിദ്രർ, ചേർണിംഗ് പുവർ എന്താണ്? ഇടയ്ക്കിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അല്ലെ. അവർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ദാരിദ്ര്യം അനുഭവിക്കും. സീസണൽ വർക്കേഴ്സ്, അതായത് ഇപ്പൊ ദീപാവലിക്ക് പടക്കം വിൽക്കുന്ന ആൾക്കാർക്ക് ദീപാവലിക്കും വിഷുവിനും മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ജോലി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയത്ത് അവർ എന്ത് തന്നെയാണ്? പുവർ തന്നെയാണ്. അതാണ് സീസണൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ചേർണിംഗ് പുവർ. അപ്പൊ ഇതാണ് ചേർണിംഗ് പുവറിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. കണ്ടോ? കയറുന്നു ഇറങ്ങുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് പഠിക്കാനായിട്ട്. അപ്പൊ ഇതെന്താണ്? ചേർണിംഗ് പുവർ ആണ്. എന്താണ് മക്കളെ? ചേർണിംഗ് പുവർ. എന്താ മലയാളത്തിൽ നമ്മൾ വിളിക്കുക? ഇടക്കാല ദരിദ്രൻ എന്ന് വിളിക്കും. മനസ്സിലായോ? രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ഒക്കേഷണലി പുവർ ആണ്. ദേ ആർ റിച്ച് മോസ്റ്റ് ഓഫ് ദി ടൈംസ് ബട്ട് ഒക്കേഷണലി ഡ്യൂ ടു ബാഡ് ലക്ക് ബിക്കേം പുവർ. അതായത് മോസ്റ്റ് ഓഫ് ദി ടൈം, മിക്ക സമയത്തും അവർ റിച്ച് തന്നെയാണ്, നല്ല പൈസയുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ, അവരുടെ ബാഡ് ലക്ക് കൊണ്ടോ അവരെന്താകുന്നു? ചിലപ്പോഴൊക്കെ പുവറായിട്ട് മാറുന്നു. യാദൃച്ഛിക ദരിദ്രർ, ഒക്കേഷണലി പുവർ. സാധാരണയായി ദരിദ്രരല്ലെങ്കിലും ഇടയ്ക്കിടെ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നവർ.
അതായത് അവര് മിഡിൽ ക്ലാസ് ആണ്, വലിയ രീതിയിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നില്ല, റിച്ച് ആണ്. പക്ഷേ എന്തെങ്കിലും ബിസിനസ് പൊളിഞ്ഞോ അല്ലെങ്കിൽ അവർക്ക് ഫുൾ പൈസ നഷ്ടപ്പെട്ടോ അവരെന്താകുന്നു, ദാരിദ്ര്യം അനുഭവിക്കുന്നു. അതാണ് ഈ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ മിക്ക കുട്ടികൾക്കും യൂഷ്വലിയും ഇത് തിരിഞ്ഞു ഒക്കേഷണലി എന്ന് പറയുമ്പോൾ വല്ലപ്പോഴുമാണ്. യൂഷ്വലി എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെയാണ്, പക്ഷെ പുറത്തേക്ക് ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്, ഒക്കേഷണലി പുവർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഡയഗ്രാം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഡയഗ്രാം തന്നിട്ടായിരിക്കും ചിലപ്പം ചോദിക്കുക. അപ്പൊ അയ്യോ എനിക്ക് മറന്നുപോയി എന്ന് നിങ്ങൾ പറയരുത്, കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്കുള്ളത് നെവർ പുവർ ആണ്. എന്താ, ദേ നെവർ ബിക്കം പുവർ. അവരൊരിക്കലും എന്താവില്ല, പോവർട്ടി അനുഭവിക്കില്ല. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവർ പോവർട്ടി അനുഭവിക്കോ? ദെൻ നെവർ ബിക്കം പുവർ. അതാണ് ആ ദരിദ്രൻ അല്ലെങ്കിൽ നെവർ പുവർ എന്ന് പറയുന്നത്. അവരുടെ ഡയഗ്രാം എന്ന് പറയുന്നത് എപ്പോഴും പോവർട്ടി ലൈനില് മുകളിലായിരിക്കും അവരുണ്ടാവുക, അവരൊരിക്കലും താഴേക്ക് വരില്ല. അപ്പൊ ഫുള്ളായിട്ട് പോവർട്ടി ലൈനിൽ താഴെയാണെങ്കിൽ അത് ഏത് പൂറാണ്? ഓൾവേസ് പുവർ ആണ്. ഇനി ഇടയ്ക്ക് പുറത്തേക്ക് വരുന്ന ആൾക്കാർ ആരാണ്? യൂഷ്വലി പുവർ ആണ്. ഇത് രണ്ടും ക്രോണിക് പോറിന്റെ ഡിവിഷൻസ് ആണെന്ന് പഠിച്ചു വെക്കാം. ട്രാൻസിയന്റ് പോറിൽ ചോണിക് പോറും ഉണ്ട്, ഒക്കേഷണലി പോറും ഉണ്ട്. ചോണിക് എന്ന് നമുക്കറിയാം, കയറുന്നു ഇറങ്ങുന്നു. ഒക്കേഷണലി എന്ന് പറയുമ്പോൾ അവർ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് പോറാകുന്നു, അതാണ് ഇങ്ങനെ വരുന്നത്. നെവർ പോർ, അതിർദരം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴെങ്കിലും അവർ പുറത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല, അവർ പുറത്ത് തന്നെയാണ്, അകത്തേക്ക് വരുന്നില്ല. അവര് അതിന്റെ ഇടയ്ക്കേക്ക് വരുന്നില്ല. മിക്ക സമയത്തും അവർ എന്ത് തന്നെയാണ്? പുറത്ത് തന്നെയാണ്. ഇതാണ് നെവർ പോർ എന്ന് പറയുന്നത്. സോ ഈ 3 കാറ്റഗറൈസേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.